ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സാങ്കേതിക ലോകത്തെ ഒരു ഇതിഹാസത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മളിൽ പലരും വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ആദ്യമായി മുഖാമുഖം സംസാരിച്ചത് ഒരുപക്ഷെ ഈ നീല ഐക്കണിലൂടെ ആയിരിക്കും. ദൂരങ്ങളെ മാച്ച് കളയുകയും ലോകത്തെ ഒരു ചെറിയ ഗ്രാമമാക്കി മാറ്റുകയും ചെയ്ത ആ വിപ്ലവത്തിന്റെ പേരാണ് സ്കൈപ്പ്. ഒരു കാലത്ത് ഇന്റർനെറ്റ് കോളിംഗ് എന്നതിന്റെ പര്യായമായിരുന്നു സ്കൈപ്പ്. കോൾമി എന്ന് പറയുന്നതിന് പകരം സ്കൈപ്പ് മീ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി വളർന്ന് ഒടുവിൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ഓർമ്മയായി മാറുന്ന സ്കൈപ്പിന്റെ പൂർണ്ണമായ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്കൈപ്പിന്റെ കഥ തുടങ്ങുന്നത് കാസ എന്ന മറ്റൊരു പ്രോഗ്രാമിൽ നിന്നാണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ ഇന്റർനെറ്റിൽ പാട്ടുകളും ഫയലുകളും സൗജന്യമായി പങ്കുവയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വളരെ പ്രശസ്തമായ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു കാസ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് രണ്ട് ബുദ്ധിരാക്ഷസന്മാരായിരുന്നു. സ്വീഡൻകാരനായ നിക്കോളാസ് സെൻസ്ട്രോം, ഡെൻമാർക്കുകാരനായ ജാനൂസ് ഫ്രീസ് എന്നിവരാണ്. എന്നാൽ ഈ ആശയത്തിന് സാങ്കേതികമായി ജീവൻ നൽകിയത് ഇവരായിരുന്നില്ല. അതിനായി അവർ കണ്ടെത്തിയത് എസ്തോണിയ എന്ന ചെറിയ രാജ്യത്തെ 3 പ്രതിഭാധനരായ ഡെവലപ്പർമാരെയായിരുന്നു. അഹ്തി ഹെൻല, പ്രീത് കസാലു, ജാൻ ടാലിൻ എന്നിവർ. കാസ വലിയ വിജയമായിരുന്നുവെങ്കിലും പകർപ്പവകാശ നിയമങ്ങളുടെ പേരിൽ അത് വലിയ നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങി. ഈ സമയത്താണ് നിക്കോളാസും ജാനസും പുതിയൊരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് ഫയലുകൾ പങ്കുവയ്ക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആളുകൾക്ക് സംസാരിച്ചുകൂടാ? അങ്ങനെ ടെലിഫോൺ കമ്പനികളുടെ കുത്തകയെ തകർക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് വിദേശത്തേക്ക് വിളിക്കാൻ വലിയ തുക നൽകണമായിരുന്നു. ഇന്റർനെറ്റിലൂടെ സൗജന്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ അവർ എസ്തോണിയൻ സംഘത്തോട് ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ അവർ ഈ പ്രൊജക്ടിന് നൽകിയ പേര് സ്കൈ പിയർ ടു പിയർ എന്നായിരുന്നു. ആകാശത്തിലൂടെ, അതായത് സ്കൈയിലൂടെ കമ്പ്യൂട്ടറുകളെ നേരിട്ട് ബന്ധിപ്പിക്കുന്നത് പിയർ ടു പിയർ എന്നർത്ഥം. പിന്നീട് അത് ചുരുക്കി സ്കൈപ്പർ എന്നാക്കി. എന്നാൽ ആ പേരിൽ വെബ്സൈറ്റ് ഡൊമൈൻ ലഭ്യമല്ലായിരുന്നതുകൊണ്ട് അവസാനത്തെ R ഒഴിവാക്കി അവർ അതിനെ സ്കൈപ്പ് എന്ന് വിളിച്ചു. 2003 ഓഗസ്റ്റിൽ സ്കൈപ്പ് ലോകത്തിന് മുന്നിലെത്തി. അത്ഭുതകരമായിരുന്നു അതിന്റെ സ്വീകാര്യത. ആദ്യ മാസത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തു. കാരണം ലളിതമായിരുന്നു, അത് സൗജന്യമായിരുന്നു, ശബ്ദത്തിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു, ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നു. അതുവരെ വലിയ പണം മുടക്കി ISD വിളിച്ചിരുന്ന സാധാരണക്കാർക്ക് സ്കൈപ്പ് ഒരു അനുഗ്രഹമായി മാറി. സ്കൈപ്പിന്റെ വളർച്ച കണ്ട് വമ്പൻ കമ്പനികൾ അതിൽ കണ്ണുവെച്ചു. അങ്ങനെയാണ് 2005-ൽ പ്രശസ്തമായ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനിയായ eBay സ്കൈപ്പിനെ വാങ്ങുന്നത്. ഏകദേശം $2.6 ബില്യൺ നൽകിയാണ് അവർ സ്കൈപ്പിനെ സ്വന്തമാക്കിയത്. പക്ഷേ ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. eBayയുടെ ചിന്താഗതി വിചിത്രമായിരുന്നു. ആളുകൾ eBayയിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ കച്ചവടക്കാരനുമായി സംസാരിക്കാൻ സ്കൈപ്പ് ഉപയോഗിക്കും എന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ആരും അപരിചിതരായ കച്ചവടക്കാരുമായി വീഡിയോ കോൾ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അവർക്ക് വേണ്ടത് കേവലം മെസ്സേജുകളായിരുന്നു. രണ്ട് കമ്പനികളുടെയും സംസ്കാരം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. സ്കൈപ്പിന്റെ സ്ഥാപകർക്ക് നവീകരണമാണ് പ്രധാനം, എന്നാൽ eBayക്ക് ലാഭമായിരുന്നു ലക്ഷ്യം. ഈ കാലഘട്ടത്തിൽ സ്കൈപ്പിന്റെ സാങ്കേതിക വളർച്ച മുരടിച്ചു. ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ വളർന്നപ്പോൾ സ്കൈപ്പ് മാത്രം പഴയ രീതിയിൽ തുടർന്നു. 2009 ആയപ്പോഴേക്കും eBayക്ക് തങ്ങളുടെ അബദ്ധം മനസ്സിലായി. അവർ സ്കൈപ്പിനെ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സിൽവർ ലേക്ക് എന്ന നിക്ഷേപക സംഘം സ്കൈപ്പിന്റെ 65% ഓഹരികൾ വാങ്ങി. എന്നാൽ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു. സ്കൈപ്പ് വിറ്റെങ്കിലും അതിന്റെ ഉള്ളിലെ സാങ്കേതിക വിദ്യ, സോഴ്സ് കോഡ് ഇപ്പോഴും പഴയ സ്ഥാപകരായ നിക്കോളാസിന്റെയും ജാനസിന്റെയും കൈവശമുള്ള ജോൾട്ടിഡ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു. eBay സ്കൈപ്പിനെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ സ്ഥാപകർ കോടതിയിൽ പോയി. തങ്ങളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് അവർ വാദിച്ചു. ഇത് വലിയൊരു പ്രതിസന്ധിയായി. സ്കൈപ്പ് എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന് ലോകം ഭയന്നു. ഒടുവിൽ സിൽവർ ലേക്ക് ഇടപെട്ട് ഒരു ഒത്തുതീർപ്പിലെത്തി. സ്ഥാപകരെ തിരികെ കമ്പനിയുടെ ബോർഡിൽ ഉൾപ്പെടുത്തി അവർക്ക് ഓഹരികൾ നൽകി പ്രശ്നം പരിഹരിച്ചു. സിൽവർ ലേക്കിന്റെ കീഴിൽ സ്കൈപ്പ് വീണ്ടും ഉണർന്നു. അവർ മൊബൈൽ ഫോണുകളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. 2011 മെയ് മാസത്തിൽ ടെക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നു. കമ്പ്യൂട്ടർ ഭീമനായ മൈക്രോസോഫ്റ്റ് സ്കൈപ്പിനെ വാങ്ങുന്നു. വില $8.5 ബില്യൺ, ഏകദേശം 60,000 കോടി രൂപ. മൈക്രോസോഫ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിൽ ഒന്നായിരുന്നു ഇത്. മൈക്രോസോഫ്റ്റിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. അവരുടെ വിൻഡോസ് കമ്പ്യൂട്ടറുകളിലും എക്സ്ബോക്സ് ഗെയിമുകളിലും ഓഫീസ് പാക്കേജുകളിലും സ്കൈപ്പിനെ ഉൾപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി മൈക്രോസോഫ്റ്റ് അവരുടെ സ്വന്തം മെസഞ്ചറായ MSN മെസഞ്ചർ നിർത്തലാക്കുകയും എല്ലാവരെയും സ്കൈപ്പിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയതെങ്കിലും ഇവിടെ നിന്നാണ് സ്കൈപ്പിന്റെ തകർച്ചയുടെ വിത്തുകൾ പാകപ്പെട്ടത്. മൈക്രോസോഫ്റ്റിന്റെ കൈകളിൽ സ്കൈപ്പ് സുരക്ഷിതമായിരിക്കുമെന്ന് കരുതിയെങ്കിലും സംഭവിച്ചത് മറിച്ചാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. മൊബൈൽ വിപ്ലവം കാണാതെ പോയി. സ്കൈപ്പ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. 2010 കഴിഞ്ഞപ്പോൾ ലോകം സ്മാർട്ട് ഫോണുകളിലേക്ക് മാറി. വാട്സാപ്പ്, ഫേസ്ബുക്ക്, മെസഞ്ചർ തുടങ്ങിയ ആപ്പുകൾ വന്നു. ഇവ ഫോണിൽ ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നു. സ്കൈപ്പ് ഫോണിൽ ലോഗിൻ ചെയ്യാൻ സമയമെടുക്കുമായിരുന്നു. പാസ്വേഡ് ഓർക്കണം, ആപ്പ് തുറന്നു വെക്കണം. എന്നാൽ വാട്സാപ്പ് നമ്മുടെ ഫോൺ നമ്പർ തന്നെ ID ആക്കി മാറ്റി. എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. ഈ മാറ്റം ഉൾക്കൊള്ളാൻ സ്കൈപ്പിന് കഴിഞ്ഞില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പിയർ ടു പിയർ സാങ്കേതിക വിദ്യയായിരുന്നു സ്കൈപ്പിന്റെ കരുത്ത്.
അതായത് സെർവറുകളുടെ സഹായമില്ലാതെ രണ്ട് ഫോണുകൾ തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുക. കമ്പ്യൂട്ടറുകൾക്ക് ഇത് നല്ലതാണ്. എന്നാൽ മൊബൈൽ ഫോണുകളിൽ ഇത് ബാറ്ററി പെട്ടെന്ന് തീർക്കാനും ഡാറ്റ നഷ്ടപ്പെടാനും കാരണമായി. മൈക്രോസോഫ്റ്റ് ഇത് മാറ്റി ക്ലൗഡ് രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ വർഷങ്ങളോളം എടുത്ത ഈ മാറ്റത്തിനിടയിൽ സ്കൈപ്പിൽ ധാരാളം പ്രശ്നങ്ങൾ, അതായത് ബഗ്സ് ഉണ്ടായി. മെസ്സേജുകൾ വൈകി വരിക, കോൾ കട്ടാവുക തുടങ്ങിയ പരാതികൾ കൊണ്ട് ഉപഭോക്താക്കൾ പൊറുതിമുട്ടി. സ്നാപ്ചാറ്റ് പോലുള്ള ആപ്പുകൾ വിജയിക്കുന്നത് കണ്ടപ്പോൾ സ്കൈപ്പും അത് അനുകരിക്കാൻ ശ്രമിച്ചു. ലളിതമായ കോളിംഗ് ആപ്പ് എന്നതിൽ നിന്ന് മാറി ഹൈലൈറ്റുകൾ, സ്റ്റോറികൾ തുടങ്ങിയ അനാവശ്യ ഫീച്ചറുകൾ അവർ കുത്തിനിറച്ചു. ഇത് പഴയ ഉപഭോക്താക്കളെ വെറുപ്പിച്ചു. ലളിതമായി കോൾ ചെയ്യാൻ വന്നവർക്ക് ആപ്പ് ഉപയോഗിക്കാൻ പ്രയാസമായി തീർന്നു. സ്കൈപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് 2020 കോവിഡ് മഹാമാരിയുടെ സമയത്താണ്. ലോകം മുഴുവൻ വീടുകളിൽ അടച്ചിട്ടപ്പോൾ വീഡിയോ കോളിങ്ങിന് വലിയ ആവശ്യകത വന്നു. ശരിക്കും സ്കൈപ്പ് രാജാവാകേണ്ട സമയമായിരുന്നു അത്. കാരണം വീഡിയോ കോളിംഗ് എന്നാൽ സ്കൈപ്പ് എന്നായിരുന്നു അർത്ഥം. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. സൂം എന്ന പുതിയൊരു കമ്പനി ആ സ്ഥാനം തട്ടിയെടുത്തു. എന്തുകൊണ്ട്? സൂമിൽ ജോയിൻ ചെയ്യാൻ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. അക്കൗണ്ട് വേണ്ട, ലോഗിൻ വേണ്ട. സ്കൈപ്പിൽ അപ്പോഴും ലോഗിൻ ചെയ്യണമായിരുന്നു, പാസ്വേഡ് ഓർക്കണമായിരുന്നു. സ്കൈപ്പ് ആപ്പ് ഹെവി ആയിരുന്നു, സൂം സിമ്പിൾ ആയിരുന്നു. നമുക്കൊരു സൂം മീറ്റിംഗ് വെക്കാം എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. സ്കൈപ്പ് എന്ന വാക്ക് വിസ്മൃതിയിലായി. പിന്നീട് സ്കൈപ്പ് മീറ്റ് നൗ എന്ന ഫീച്ചർ കൊണ്ടുവന്നെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. മൈക്രോസോഫ്റ്റ് തന്നെ സ്കൈപ്പിനെ കൈവിട്ടു എന്നതാണ് സത്യം. ബിസിനസ് ആവശ്യങ്ങൾക്കായി അവർ മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു. സ്കൈപ്പിനേക്കാൾ ആധുനികവും ജോലി സ്ഥലങ്ങൾക്ക് അനുയോജ്യവുമായ രീതിയിലാണ് ടീംസ് നിർമ്മിച്ചത്. മൈക്രോസോഫ്റ്റ് അവരുടെ മുഴുവൻ ശ്രദ്ധയും പണവും ടീംസിലേക്ക് മാറ്റി. വിൻഡോസ് 11 ടീംസ് ഡിഫോൾട്ടായി വന്നു. സ്കൈപ്പ് പതിയെ ഒരു ഓർമ്മയായി മാറി. റിപ്പോർട്ടുകൾ പ്രകാരം 2025 മെയ് 5 മൈക്രോസോഫ്റ്റ് സ്കൈപ്പിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയോ പൂർണ്ണമായി ടീംസിലേക്ക് ലയിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞു. 22 വർഷത്തെ സേവനത്തിന് ശേഷം ആ നീല ഐക്കൺ നമ്മുടെ സ്ക്രീനുകളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. നിലവിലുള്ള ഉപഭോക്താക്കളോട് ടീംസിലേക്ക് മാറാൻ മൈക്രോസോഫ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൈപ്പിന്റെ കഥ നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവർ അവർ എത്ര വലിയവരായാലും കാലഹരണപ്പെട്ടു പോകും. നോക്കിയയ്ക്കും കൊഡാക്കിനും സംഭവിച്ചത് തന്നെയാണ് സ്കൈപ്പിനും സംഭവിച്ചത്. എങ്കിലും നമ്മൾ സ്കൈപ്പിനെ വെറുതെ തള്ളിക്കളയരുത്. ഇന്റർനെറ്റിലൂടെ സൗജന്യമായി സംസാരിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ചത് അവരാണ്. പ്രവാസികൾക്ക് തങ്ങളുടെ വീടുകളിലെ വിശേഷങ്ങൾ നേരിട്ട് കാണാൻ അവസരം നൽകിയത് അവരാണ്. ആ അർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ആശയവിനിമയ ചരിത്രത്തിൽ സ്കൈപ്പിന്റെ സ്ഥാനം എന്നും സുവർണ ലിപികളിൽ എഴുതപ്പെടും. വാട്സപ്പും സൂമും ടീംസും ഒക്കെ വരുന്നതിന് മുൻപ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ പ്രത്യേക റിംഗ്ടോൺ, അത് നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.